ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റവ ദോശയാണ്. ഇതിന് കറിൻ്റെ ഒന്നും ആവശ്യമില്ല. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ്. എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇതിൽ മെയിനായിട്ട് വേണ്ടത് റവയാണ്. അപ്പോൾ റവ ഫസ്റ്റ് ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട്. 1 കപ്പ് റവ എടുത്തിട്ട് ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം. ഇനി ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പൊടിച്ചെടുത്ത റവ ഞാൻ വലിയ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റും പിന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് നേരം അരച്ചെടുക്കൊന്നും വേണ്ട. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആകുന്നവരെ ഒന്ന് അടിച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവത്തിൽ ഇതുണ്ടാവുക. കുറച്ച് സ്റ്റിക്കിയാണ്, അതുകൊണ്ട് ഞാനിതിൽ 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടലി 1.25 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്തത്. അപ്പോൾ ഇത് ഞാൻ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് ബാറ്ററിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ബാറ്റർ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാല ദോശൻ്റെ ഒക്കെ ബാറ്റർ പോലെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനി ഈ ബാറ്റർ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് 1/2 മണിക്കൂർ മാറ്റി വയ്ക്കുന്നുണ്ട്. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ കുറച്ച് ടൈം കൂടുവേ. ചൂടായ പാനിൽ കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് കൂടുതലങ്ങ് പരത്തി എടുക്കരുത്. കുറച്ച് തിക്നെസ്സിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഹോൾസ് വരും. ഇനി കുറച്ച് ഹോൾസ് വരുമ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഇത് തിരിച്ചിടേണ്ടതൊന്നും ആവശ്യമില്ല. ഇങ്ങനെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഒരു 2-3 മിനിറ്റ് കുക്കാവണ്ടു. ഇനി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഈ ദോശ ഉണ്ടല്ലോ, നമ്മൾ മുട്ടയപ്പള്ളം പോലെ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.